പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം നടക്കാൻ പോകുന്നത് നാളെയാണ്. നാളെ രാത്രി 7:30-ക്കാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ഒഡീഷ എഫ് സിയുടെ ഹോം മത്സരമാണ് നാളെ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ വിപിൻ മോഹനനും ഇന്ന് പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഒഡീഷ എഫ് സിയുടെ ദൗർബല്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് നാളത്തെ മത്സരത്തിൽ ഞങ്ങൾ മുതലെടുക്കും. ഇതാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കുന്നത്. കൂടാതെ നാളെ 3 പോയിന്റുമായി തിരികെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേറൊരു കടം കൂടിയുണ്ട് ബാക്കി. മൊത്തത്തിൽ 2 കടമാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. അതിൽ ഒന്നാമത്തെ കടം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിൽ നിന്നും ഒഡീഷ എഫ് സി സെമി ഫൈനലിലേക്ക് മുന്നേറിയത്. ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒഡീഷയുടെ തട്ടകത്തിൽ വെച്ച് ഒഡീഷ തീർത്തിരുന്നു. എന്തായാലും അതിൻ്റെ കടം കൂടി ബ്ലാസ്റ്റേഴ്സിന് നാളെ വീട്ടാനുണ്ട്. അതുമാത്രമല്ല, ഇതുവരെയും ഒഡീഷ എഫ് സിയെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ചെന്ന് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് നാളെ മൈക്കിൾ സ്റ്റാറേക്ക് അത് മാറ്റാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒഡീഷയെ പരാജയപ്പെടുത്തിയെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആ റെക്കോർഡ് മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ആ നാണക്കേട് മാറ്റാമായിരുന്നു. എന്നാലിപ്പോൾ കഴിഞ്ഞ മത്സരവും പരാജയപ്പെടുകയാണ് ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ചെയ്തത്. എന്തായാലും നാളെ മൈക്കിൾ സ്റ്റാറേക്ക് അത് തിരുത്തിക്കുറിക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒഡീഷ എഫ് സി ഇപ്പോൾ അവരുടെ മികച്ച പ്രകടനത്തിലൂടെയൊന്നുമല്ല കടന്നു പോകുന്നത്. അവർ 3 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 2 തോൽവിയും 1 വിജയവുമാണ് അവർക്ക് നിലവിലുള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 3 മത്സരം പൂർത്തിയാക്കിയപ്പോൾ 1 പരാജയവും 1 വിജയവും 1 സമനിലയുമാണ് നിലവിലുള്ളത്. കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുൻതൂക്കമുണ്ട് താനും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം വ്യക്തമാക്കുന്ന പ്രകാരം ഒഡീഷയുടെ ദൗർബല്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് നാളെ ഞങ്ങൾ മുതലെടുക്കും എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇപ്പോൾ തുറന്നു പറയുന്നത്.